ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഞാൻ അനുശ്രീ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളിൽ, ഏകദേശം 60-65 ഡേയ്സ് അല്ലേ, ആ ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലേ? അതെ മിസ്സേ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ടൈം ടേബിളിന്റെ പ്രത്യേകത? നമ്മൾ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഓരോ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ വെയിറ്റേജ് എല്ലാം അനലൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നോക്കി വളരെ കൃത്യമായ രീതിയിലാണ് നമ്മൾ സിലബസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. സിലബസ് കൃത്യമായി മനസ്സിലാക്കുക, അതെ അതെ, PYQ മനസ്സിലാക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ വെയിറ്റേജ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ? എന്തൊക്കെ പഠിക്കാം. പിന്നീട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല, റിവിഷൻ ചെയ്യണം. അതെ, റിവിഷനും പ്രോപ്പർ പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കളെ അതൊക്കെ മനസ്സിലേക്ക് വെച്ചിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട്. അപ്പൊ പ്രധാനമായും ഡിഗ്രി പ്രിലിംസും മെയിൻസും ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ആ ഒരു വിഷനോട് കൂടിയാണ് അല്ലെ, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് വേണം നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ. അതെ അതെ. അപ്പൊ ഈ ടൈം ടേബിൾ പഠിക്കുന്നവരെല്ലാം പ്രിലിംസ് ക്ലിയർ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഫോളോ ചെയ്തോളൂ. ഫസ്റ്റ് ഡേ 1 നമ്മൾ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും നമുക്ക് എന്തിലേക്കൊന്ന് പോകാം, വെയിറ്റേജിലേക്കൊന്ന്. അതെ, സിലബസിന്റെ വെയിറ്റേജ് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഹിസ്റ്ററിയിൽ നമുക്ക് വെയിറ്റേജ് വരുന്നത് 10 മാർക്കാണ്. ഈ 10 മാർക്കിൽ തന്നെ 3 ഹിസ്റ്ററി ഉണ്ട് അല്ലെ? വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ഈ 3 ഹിസ്റ്ററി തന്നെ നമുക്ക് വളരെ കുറച്ച് ചെറിയ ടൈമിൽ പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് വേൾഡ് ഹിസ്റ്ററിയിലാണ്. അതെ, അതുകൊണ്ടാണ് ടീച്ചറെ. അപ്പൊ ടീച്ചർ പറഞ്ഞ ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേൾഡ് ഹിസ്റ്ററി ഇവിടുത്തെ എന്താണ്, ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് അല്ലെ? അല്ലെ, ഇവിടെ തന്നെ പ്രത്യേകിച്ച് റെവല്യൂഷൻസ്, അവിടെ ഒരു 1 മാർക്ക് ഷുവർ ഷോട്ട്. ആ റെവല്യൂഷൻ ഏതാന്ന് പറയാൻ പറ്റും? കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ റെവല്യൂഷൻ. ഫ്രഞ്ചും അമേരിക്കയുമാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇനി വീണ്ടും അടുത്ത, ഞാനിവിടെ ഹിസ്റ്ററി എടുക്കുന്ന അധ്യാപികയായോണ്ട് ഞാൻ പറയാം, അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ PPT ആഡ് ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ തന്നെ തിരുവിതാംകൂർ നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാം. ഒരുപാടുണ്ട് പഠിക്കാൻ. അത് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ, ഏറ്റവും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു 4 പേരെ എന്ത് പഠിക്കുക, കൃത്യമായി മാർത്താണ്ഡവർമ്മ പഠിക്കുക. സേതുലക്ഷ്മി ഭായിയുടെ സംഭാവനകൾ എന്തെന്ന് നോക്കുക. മാർത്താണ്ഡവർമ്മ തന്നെ റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്രേ ഉള്ളൂ അവിടെ പഠിക്കാൻ. അതാണ് ഹോട്ട് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, മറന്നു പോകരുത്. ഇനി ജോഗ്രഫിക്ക് 5 മാർക്കാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ എങ്കിലും ടീച്ചർ എന്താണ് അവിടെ ഒരു ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തി? ഇവിടെ നമുക്ക് വേൾഡ് ജോഗ്രഫിയുടെ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റോളജിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ശരിക്കും കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. പക്ഷെ ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ഒരുപാട് സമയം പഠിക്കാൻ, പ്രത്യേകിച്ച് ഇച്ചിരി ഒരു ഹിസ്റ്ററി വായിക്കുന്ന പോലെ എളുപ്പമല്ല, തന്നെ പഠിക്കുന്നവരെ. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ. അപ്പൊ എന്താണ് അവിടെ എളുപ്പമുള്ളതാണ്? കാരണം അത് എളുപ്പമുള്ള ഏരിയയാണ്. നമ്മൾ ജോഗ്രഫിയുടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ, ടീച്ചർ ആദ്യം പറഞ്ഞ പോർഷനിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു SCRT NCRT അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം അല്ലെ? പക്ഷെ ഈ ഉത്തരപർവ്വത മേഖലയൊക്കെ നമുക്ക് PYQ വെച്ച് അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ജോഗ്രഫി പോർഷനിൽ പറയാനായിട്ട്? ജോഗ്രഫിയിൽ നമുക്ക് പിന്നെ എർത്ത് ക്രസ്റ്റ്, മാൻഡില്, നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അത് പാഠപുസ്തകങ്ങൾ സഹായിക്കും അല്ലെ? അതിന് NCRT SCRT പാഠപുസ്തകങ്ങളായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. ഇനിയും എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ, അതായത് ചെറിയൊരു എഫേർട്ട് എടുത്താൽ നമുക്ക് ഇവിടുന്ന് ഒരു 4 മാർക്ക് ഉറപ്പിക്കാം. അത് ടീച്ചറിന്റെ ടീച്ചറിന്റെ വിഷയം എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഇല്ലേ? ഇവിടെ നമുക്ക് 5 ഇയർ പ്ലാൻസ് തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 12 5 ഇയർ പ്ലാൻ പഠിച്ചാൽ തന്നെ അവിടെ ഒരു മാർക്ക് ഉണ്ട് നമുക്ക്. ഓക്കെ. പിന്നെ നമുക്ക് ഇൻഫ്ലേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മോണിറ്ററി പോളിസിയാണ്. അത് അപ്ഡേറ്റഡ് അല്ലേ പഠിക്കേണ്ടത്? അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഇത് ശരിക്കും കറണ്ട് അഫയേഴ്സ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ. എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് മിക്സ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നീട് പ്രധാനപ്പെട്ട വേറെ ഏതെങ്കിലും കാര്യങ്ങൾ? എക്കണോമിക്സിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബഡ്ജറ്റൊക്കെ വന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പ്രാധാന്യത്തോടു കൂടി വേണം ഈ പറയുന്ന എക്കണോമിക്സിനെ സമീപിക്കാൻ. കഴിഞ്ഞ തവണകളിലെല്ലാം ഉദ്യോഗാർത്ഥികൾ വിടുകയാണ്, ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു പോർഷനാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ? PYQ മാത്രമായിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ ചോദിച്ച ഡിഗ്രി പ്രിലിംസിന്റെ PYQs മാത്രമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിനുള്ള ഒരു
എന്താ ഒരു കണക്ഷൻ ഇല്ലാത്തവർക്കും പഠിച്ചെടുക്കാനായിട്ട് സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ഇനിയും സിവിക്സ് ആണ്. സിവിക്സ് ഈ പറഞ്ഞത് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കൂടി നമുക്ക് 5 10 മാർക്ക് ഉണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും. പക്ഷെ കൂടുതലും ഉദ്യോഗാർത്ഥികൾ ഇവിടെ കിടന്നിട്ടായിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും കൂടുതലും പഠിച്ചു കൊടുക്കുന്നത് അല്ലെ. സിവിക്സ് കാരണം ഈ ചില വിഷയങ്ങൾ ചില സബ്ജക്റ്റുകൾക്ക് ചില പരീക്ഷകൾക്ക് മാത്രമാണല്ലോ ഈ സിവിക്സ് വരുന്നത്. അപ്പൊ കൂടുതൽ ഇവിടെ ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യത്തില്ല, ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് മാർക്ക് നേടാൻ. സിവിക്സ് കുറച്ചുകൂടി എളുപ്പമല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ? എളുപ്പമാണ്. നമുക്ക് ആ തണ്ണീർത്തട സംരക്ഷണമൊക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് അവിടെ അത് ഹോട്ട് ടോപ്പിക് ആണ് അല്ലേ. അവിടുത്തെ ഹോട്ട് ടോപ്പിക്സിൽ തണ്ണീർത്തടം പറയാൻ പറ്റും. വേറെ ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ? പിന്നെ ഇവിടെ സിവിക്സിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, അവിടെ നിന്നൊക്കെ പ്രസിഡന്റോ ഗവർണറോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആണ് ടീച്ചറെ. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഇവയിൽ എന്ത് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഇവയില് സാധാരണ രീതിയിൽ ഇതിനെ ഒരു 2 മാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാർക്ക് വെച്ചിട്ടാണ് മാക്സിമം ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിട്ട് കയറി ചോദിക്കും. പക്ഷെ ചില ഉദ്യോഗാർത്ഥികൾ ഈ സ്പോർട്സ് ഇഷ്ടമായിരിക്കത്തില്ല. അതെ, എനിക്ക് സ്പോർട്സ് ഇഷ്ടമല്ല. പക്ഷെ ഈ 3 കാര്യങ്ങൾ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറയുന്നത് ക്ലബ് ചെയ്യാൻ പറ്റും. അതെ, ഏകദേശം അതിന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. സ്പോർട്സ് ഇനിയും വീണ്ടും ഉണ്ട് ടീച്ചറെ. ചിലപ്പം കഴിഞ്ഞ തവണകളിൽ ഇപ്പം കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പി ടി ഉഷയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പി ടി ഉഷയ്ക്ക് ഒരു റെലവൻസ് ഉള്ള സമയത്തായിരിക്കും പി ടി ഉഷയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകൾ വരുന്നത്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന 10 മാർക്ക് ഒരിക്കലും ഒഴിവാക്കരുത്. അതെന്താ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി PSC ബുള്ളറ്റിൻ ഇല്ലേ, പഴയകാല PSC ബുള്ളറ്റിൻ ഉണ്ട്. അവിടെ ഇത് ഒരു മന്ത്ലി മാഗസിൻ വരുന്നുണ്ടല്ലോ, അതില് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന വലിയൊരു പങ്ക്തി ഉണ്ടായിരുന്നു ഈ ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. അത് തീർച്ചയായിട്ടും ഒന്ന് തപ്പിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉദ്യോഗാർത്ഥിക്ക് സേഫ് ആകാം. കാരണം അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് വരെ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ലിറ്ററേച്ചറും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം. അതിൽ ഫോക്കസ് കൊടുക്കേണ്ട വലിയൊരു ഏരിയ ആണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ലിറ്ററേച്ചറിൽ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ ചോദിക്കുന്നുണ്ട് അല്ലേ, പുതിയ പുസ്തകങ്ങൾ വരെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു പാറ്റേണിലൊക്കെ നമ്മൾ കണ്ടത്, നമ്മൾ കാണുന്നത് ഒക്കെ ആയിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന വളരെ വലിയ ഒരു ക്വസ്റ്റ്യൻ നേരെയൊക്കെ തന്നെയുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിൽ നിന്ന് ഈ നെറ്റ്വർക്ക് ടൈപ്സ് ഇല്ലേ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, അതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതെ, അതെന്തുകൊണ്ടാണെന്നറിയോ? +1 +2 പാഠഭാഗങ്ങൾക്ക് ഇവിടെ ഒരു പ്രാധാന്യം വന്നിട്ടുണ്ട്. അതെ അല്ലേ, +1 +2. പക്ഷെ ഇവിടെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ഇവിടുത്തെ എന്തായിരിക്കും കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഈ സ്കിപ്പ് ചെയ്യുന്നു പോർഷൻ എനിക്കറിയാവുന്നതാണ് എന്നുള്ളത്. പക്ഷെ 5 മാർക്ക് കിട്ടും. 5 മാർക്ക്, അല്ലേ? ശരിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന, ഇവിടെ കുറെ പേര് നമ്മുടെ ഹ്യൂമൻ ബോഡി ഒക്കെ ഇരുന്ന് പഠിക്കും. അത് ഇപ്പൊ പ്രിലിംസിന്റെ കേസിൽ നമുക്ക് അത്ര ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഴയ എല്ലായിടവും പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് അല്ല വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് മിഷൻസ്, DRDO, ആദിത്യ, അങ്ങനെയുള്ള ചന്ദ്രയാൻ തുടങ്ങിയ അതുപോലും ഇപ്പൊ കുറച്ചുകൂടെ പുതുക്കിയ സാധനങ്ങളാണ് ചോദിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നോക്കേണ്ടത്. അത് വളരെ കൃത്യമായി നോക്കിയേ വേണം. 5 മാർക്ക്. പിന്നെ ഈ 3 സബ്ജക്റ്റ് ഞങ്ങൾ ഈ പറയുന്ന ടൈം ടേബിളിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ 3 ടോപ്പിക്ക് ഒഴിവാക്കരുത്. എന്തൊക്കെയാ? MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അവിടെയാണ് നിങ്ങളുടെ കട്ട് ഓഫ് ഇരിക്കുന്നത് അല്ലെ? അതാണ് നിങ്ങളുടെ കട്ട് ഓഫിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, അടുത്തത് മലയാളം, MEM-ലാണ് കിടക്കുന്നത്. അപ്പൊ സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുമ്പോൾ MEM-ന് പ്രാധാന്യം കൊടുക്കുക. 50 മാർക്ക് ഉണ്ട് അവിടെ. 50 മാർക്ക്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള 50 മാർക്ക്, ഇത്രയും ചെറിയ സാധനത്തിന് 50 മാർക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുന്നത് ഈ MEM-നെ പരിഗണിച്ചും ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിനെ പരിഗണിച്ചും ഒക്കെ തന്നെയാണ്. ടൈം ടേബിളുകൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കേരള ഹിസ്റ്ററി തുടങ്ങുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം നമ്മൾ പഠിക്കുന്നുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഡച്ച് സംഭാവനകള്, ഇതൊക്കെയുള്ള അല്ലെ, ബ്രിട്ടീഷ് സംഭാവനകള്, അല്ലെങ്കിൽ കോട്ടകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചേരുംപടി ചോദ്യങ്ങളും ഒക്കെയാണ് ആ പാറ്റേണിൽ വരുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ ഉടമ്പടികൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, ശ്രീരംഗപട്ടണം ഉടമ്പടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്നത് ഈ പറയുന്ന പോർഷനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യൂറോപ്യന്മാരുടെ ആഗമനം ഏകദേശം PSC പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ എടുത്താലും നമുക്ക് കുറെയൊക്കെ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി
അത് ക്ലബ് ചെയ്താണ് ഇങ്ങനെയാണ് ഞങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുക. സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഡേ തന്നെ പഠിക്കും. എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദവും പഠിക്കുന്നു. പ്രിയാമ്പിളും പഠിക്കണം. പ്രിയാമ്പിളും പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ബേസിൽ നിന്ന് തുടങ്ങുന്നു. സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഫേസ് വാല്യൂ എന്ത്, അല്ലെങ്കിൽ എന്നാ ടൈപ്പ് ഒക്കെ സംഖ്യകളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങും. ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പം ഒരു ചോദ്യം കിട്ടിയില്ലെങ്കിലും അടുത്ത പ്രോബ്ലംസിലേക്ക് പോകണമെങ്കിൽ ബേസ് കവർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രം ദ ബേസ് തൊട്ട് തന്നെയാണ്. ഇനി മലയാളം പലപ്പോഴും പദശുദ്ധിയൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് എഴുതി നോക്കുന്നത്. അങ്ങനെയാവരുത്. നമ്മൾ ഇവിടുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിക്കുക. അതെ. ഇനിയും ഞങ്ങൾ പറഞ്ഞു കേരള ഹിസ്റ്ററി പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും പഠിക്കണമെന്ന് പറഞ്ഞു. വേൾഡ് ഹിസ്റ്ററി പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ടൈം ടേബിളിൽ അപ്പൊ ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനും നമുക്കന്ന് പഠിച്ചിട്ട് പോകാം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി, ഞാൻ പറയാണ്, ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡേയിൽ ഒരു 3 to 4 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയലും ഇതിന്റെ ക്ലാസ്സും കണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെ? ഉറപ്പല്ലേ? അങ്ങനെയാണ് എങ്കിൽ അവർക്ക് ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 days ആണ് നമ്മുടെ മുന്നിലേ ഉണ്ടെങ്കിലും മിനിമം മാർക്കുകൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചെടുക്കണം. അതായത് ഒരു ദിവസം നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു 2 മാർക്കെങ്കിലും വെച്ച് മേടിക്കാൻ പറ്റണം. അല്ലെ? അതായിരിക്കണം നമ്മളൊരു നമ്മൾ ലക്ഷ്യം ചെയ്യേണ്ടത്. അല്ല എങ്കിൽ എന്തായിരിക്കും അറിയാം മനസ്സിലായി, ലാസ്റ്റ് മൊമെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാതായിരിക്കും. നമ്മൾ മറ്റേ CID മൂസയിലെ ബിന്ദു പണിക്കരെ കണ്ടിട്ടില്ലേ? മറ്റേ മിക്സി അതുപോലെ ആയിപ്പോകും. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. CID മൂസയിലെ ആവത്തില്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പം അത് കോൺഫിഡൻസോട് കൂടി തരികയാണ്. ടീച്ചർ നേരത്തെ എക്സാംസ് ക്ലിയർ ചെയ്ത ഒരു കോൺഫിഡൻസിലാണ് ടീച്ചർ ഈ ഒരു ടൈം ടേബിളുമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഡേയിൽ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ കൊടുത്തു. വീണ്ടും ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ റിവിഷൻ നമ്മൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും റിവിഷൻ വേണം അല്ലെ? പ്രാക്ടീസ് വേണം. പോയിട്ട് കാര്യമില്ലല്ലോ. പഠിച്ച സാധനം ഒന്ന് പ്രാക്ടീസ് ചെയ്യണല്ലോ. അപ്പൊ നമ്മൾ Day 2 അതിന്റെ പ്രാക്ടീസ് സെഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദം കുറച്ചുകൂടെ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, വീണ്ടും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കൂടുതൽ പ്രോബ്ലംസിലേക്ക് എത്തുന്ന ദിവസമാണ് സെക്കൻഡ് ഡേ. അപ്പൊ ഈ 3 ടോപ്പിക്ക് കണ്ടിന്യൂഷൻ വന്നു. അതെ അല്ലെ? അപ്പൊ തന്നെ അത് പക്കയായി 2 day കൊണ്ട്. പദശുദ്ധിയും വീണ്ടും നിങ്ങൾ കുറച്ചുകൂടെ ചെയ്യിപ്പിക്കുന്നു. നോക്കിക്കേ, ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത് അങ്ങനെയാണ്. ഫസ്റ്റ് ഡേ പഠിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം. സെക്കൻഡ് പഠിക്കേണ്ടത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതെ, വെറുതെ പഠിച്ചു പോകാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. യൂറോപ്യന്മാരുടെ ആഗമനവും 2 ദിവസങ്ങളിലായിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പുതിയൊരു പോർഷൻ കയറ്റി, ഓക്സിലറി വെർബസ് അല്ലെ? എന്തുകൊണ്ടാണ് അത് കയറ്റിയത്? അവിടെ MEMന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് അവിടെ തന്നെ കൊടുത്തത്, ഓക്സിലറി വെർബ്. ഇനിയും കണക്കില് സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്തിലേക്ക് പോകണം? ദശാംശ സംഖ്യകൾ, പോയിന്റ് ഇടാനായിട്ടുള്ള ഒരു സാധനത്തിലേക്ക് എത്തണം അല്ലെ? അപ്പൊ കണ്ടിന്യൂഷൻ നോക്കിക്കേ മക്കളെ, ഇങ്ങനെ പഠിച്ചാലേ ടൈം ടേബിൾ സെറ്റ് ചെയ്താലേ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക. സംഖ്യകൾ പഠിച്ചിട്ട് നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? ദശാംശ സംഖ്യകളെ. അപ്പൊ ദശാംശ സംഖ്യകളുടെ എന്ത് പ്രോബ്ലംസ്, അത് ചിലപ്പോ ഒരു വഴിക്കണക്കായിട്ടൊക്കെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ കൊടുത്ത 2 കാര്യങ്ങൾ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗും വന്നിട്ടുണ്ട്, ഓക്സിലറി വെർബും. ഇവയ്ക്കൊരു ഗുണമുണ്ട്. റിപ്പീറ്റഡ് ആണല്ലോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷെ ശ്രീകലാ മിസ് ഒരു മാജിക് പറയാറുണ്ട്. ഈ 2 പോർഷൻ ശ്രീകലാ മിസ് അടുപ്പിച്ചെടുക്കും. അതായത് ഇതിനെ ക്വസ്റ്റ്യൻ ടാഗ് പഠിപ്പിക്കുമ്പോൾ കൂടുതൽ എന്ത് പഠിപ്പിച്ചങ്ങ് പോകും? ഈ ഓക്സിലറി വെർബ് പഠിപ്പിച്ചാ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. PYQ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത്തിരി പ്രയാസമുള്ള ഒരു പോർഷൻ നമ്മൾ ഇവിടോട്ട് കയറ്റിയിട്ടുണ്ട്. ആർക്കും വലിയ ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിലേക്ക്. എന്താണ്? ഇമ്പോർട്ടൻറ്റ് സ്പേസ് മിഷൻസ്. അത് മനഃപൂർവ്വം കയറ്റിയതാണോ? അത് പഠിച്ചു പോകണല്ലോ നമ്മള്. ഈസി മാത്രം പോയാൽ പോരല്ലോ. ഈസി മാത്രം പോയാൽ പോരാ. അപ്പൊ ഏത് സമയമാണ് അനുശ്രീ അത് പഠിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യേണ്ട സമയം എപ്പോഴാണ്? നമ്മൾ കൂടുതൽ ലൈവാ കൊടുക്കുന്നത്. കാരണം ഇത് കറണ്ട് അഫേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണ്ടേ. അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പോകണല്ലോ. അപ്ഡേറ്റഡ് ആയിട്ട് പോകണം. ഉദ്യോഗാർത്ഥി ഏത് സമയത്ത് ഇരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഒരു രസകരമായി പഠിക്കാൻ പറ്റുന്നത്? അത് ഉദ്യോഗാർത്ഥി ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ആ ടൈമിൽ, ചിലര് ഈവനിങ് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവര് ഫ്രഷ് മൈൻഡിൽ ഇരിക്കുമ്പോൾ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതുകൊണ്ട് പഠിക്കാൻ പ്രയാസമായി
ആയതുകൊണ്ടാണ് കൂടുതൽ ഇത് ലൈവ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ അതെ ലൈവ് ആണെങ്കിൽ അവിടെ ഇന്ററാക്ഷൻ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അത്ര ബോറിംഗ് തോന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു പ്ലാൻ ഇത് കൂടുതലും ലൈവ് ക്ലാസ്സുകളിലാണ് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് തന്നെ ക്ലാസ്സുകളിലേക്ക് എത്തിക്കുന്നത്. മൂന്നാമത്തെ ദിവസം നോക്കുന്നതിനിപ്പുറം ഒരു PYQന്റെ ഫോർമാറ്റ് കാണിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു PYQ സെലക്ട് ചെയ്തത്? ഇത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് ഏതൊക്കെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് വരാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. ഇതിപ്പോ തിരുവിതാംകൂറിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിന്റെ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നാല് രാജാക്കന്മാരെ പഠിക്കണം എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ 3 പേരെ ചോദിച്ചിട്ട് മാർത്താണ്ഡവർമ്മ വന്നു. മിസ് പറഞ്ഞ അതെ ഇത് വന്നു മാർത്താണ്ഡവർമ്മ, സേതുലക്ഷ്മി ബായ്, ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ സംഭാവനകള് അല്ലെങ്കിൽ അവര് ഇവിടെ എന്താ പ്രശ്നം, ഇതൊക്കെ ആ വായിക്കുന്ന സമയത്ത് ഓർത്തു വെക്കും, നമ്മൾ വായിച്ചു വെക്കും, പിന്നെ മറന്നു പോകും. പക്ഷെ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ അതവിടെ ഉണ്ടാവും. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ കണ്ട് മനസ്സിലാക്കിയല്ലോ. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ C ആയിട്ടാണ് വരുന്നത്. ഇനി 4, 5, 6 ദിവസങ്ങളിൽ ടോപ്പിക്കുകൾ ചുരുക്കിയോ കൂട്ടിയോ? കൂട്ടി വരികയാണ്. നമ്മൾ ആദ്യം കുറച്ച് വന്നു, ഇനി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവാണല്ലോ. നമ്മൾ കുറച്ച് ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് പോവാ. അപ്പൊ പദശുദ്ധി കഴിഞ്ഞു, അടുത്തത് വാക്യശുദ്ധിയിലേക്ക് എത്തുകയാണ്. മലയാളം അന്നും മറന്നിട്ടില്ല. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരുമിച്ച് തന്നെ എടുക്കുകയാണ്. ഇനിയും മാത്സിന്റെ പ്രത്യേകത നോക്കിക്കേ. മാത്സ് അന്ന് നമ്മൾ പഠിച്ച സംഖ്യകളും ഭിന്നസംഖ്യകളും ഉൾപ്പെടെയുള്ള PYQ നമ്മൾ എന്തിൽ ചെയ്യും, ക്ലാസ്സുകളിൽ ചെയ്തു കൊടുക്കും. അതാണ് ലൈവ് എന്ന് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. ആ ലൈവിൽ കയറുന്നത് നിങ്ങളുടെ ഷൈജു സാറായിരിക്കും, അല്ലെങ്കിൽ ഫരിദ് സാറായിരിക്കും. അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങൾക്കറിയാം ഫ്രം ദ ബേസ് തൊട്ട് എന്ത് സംശയവും കണക്കിലുള്ളവർക്ക് പോലും ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടറൊക്കെ ആദ്യത്തെ ദിവസമേ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത, കമ്പ്യൂട്ടർ നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് അത് പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്കും വെറുതെ ഒന്ന് റിവിഷൻ ചെയ്ത് പൊടി തെറ്റി എടുത്താൽ മതി. അവിടെ ഒരു പോർഷൻ തീർന്നു നമുക്കൊരു സമാധാനവും വരും, അല്ലെ? ഒരു പോർഷൻ തീർന്നു എന്നുള്ളൊരു സമാധാനവും ഉണ്ടാകും. ആ സമാധാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ ഞങ്ങള് Day 6 എത്തുമ്പം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, എക്കണോമിക്സ് ഒക്കെ വന്നിട്ടുണ്ട്, 5 ഇയർ പ്ലാൻ വന്നിട്ടുണ്ട്, CA ജൂണിലെ വന്നിട്ടുണ്ട്. കണ്ട, ജൂൺ തൊട്ട് അടുത്ത 6 മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ടൈം ടേബിൾ ഇടുമ്പോൾ CA കേരള ഇന്ത്യ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യണം. ഇങ്ങനെ പർട്ടിക്കുലർലി ഓരോന്നും എഴുതി തന്നെയാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോന്നും മലയാളത്തിലെ പരിഭാഷ എന്ന് പറയുന്ന പോർഷൻസ് പോലും നമ്മുടെ സിലബസിലുണ്ട്. ആ സിലബസിലെ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ 2 മാർക്ക് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ 9 ദിവസം കഴിയുമ്പം ഞാൻ ഉറപ്പിച്ച് നൽകാം, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഫ്രം ദ ബേസ് തൊട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് സ്കോർ ചെയ്യാൻ പറ്റും, 20 കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. അത് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതേപോലെ പഠിക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന സാധനം, അല്ലെ? പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. വെറുതെ ഇത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ പഠിക്കാൻ പറ്റും. Days 8 നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താ കൊടുത്തത്, റിവിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നും പഠിക്കാൻ തരുന്നില്ല, റിവിഷൻ മാത്രമാണ്. പ്ലസ് റിവിഷൻ എക്സാമും ഉണ്ടാവും. എത്ര മാർക്കിന്റെ എക്സാം? 50 മാർക്കിന്റെ ഒരു റിവിഷൻ എക്സാം ചെയ്യുക. പക്ഷെ ഈ Day 1, Day 2, Day 3 നിങ്ങൾ ഈ പോർഷനെ ബേസ് ചെയ്ത് വേറെ എന്ത് ചെയ്ത് കൊടുക്കും ഉദ്യോഗാർത്ഥിക്ക്? ഡെയിലി പരീക്ഷയുണ്ട്. എത്ര മാർക്കിന്റെ ഡെയിലി പരീക്ഷ? 25 മാർക്കിന്റെ പരീക്ഷ. ഇത്രയും പോർഷനെ ബേസ് ചെയ്ത് ഞങ്ങൾ ചെയ്തു തരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഫോളോ ചെയ്യുക. ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ ലൈവ് ക്ലാസ് എന്താന്ന് പോലും ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ സബ്ജക്റ്റ് ആയിരിക്കും ലൈവിൽ വരുന്നത്. ലൈവിൽ വരുമ്പോൾ ടീച്ചർ സാർ എന്തായിരിക്കും, ഈ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമോ? സ്റ്റേറ്റ്മെന്റും എല്ലാ ലെവലും ഡിസ്കസ് ചെയ്യും. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 25 മാർക്ക് ആഡ് ചെയ്തത്. അപ്പൊ അടിപൊളി പ്ലാനുമായിട്ടാണ് CC നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് കൂടാണ്ട് നമ്മൾ റാങ്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഉള്ള എക്സാമിൻ്റെതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീക്ക്ലിനെയും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇവർക്ക് കോമ്പറ്റീഷൻ അറിയണമല്ലോ, വെറുതെ എക്സാം എഴുതി പോയിട്ടും കാര്യമില്ലല്ലോ. റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാർക്ക് ബാക്കോട്ട് പോകുന്നവരുണ്ടാവും, മാർക്ക് ഫ്രണ്ടിലോട്ട് വരുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് സ്വന്തം അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ടീച്ചറെ, ഈ
പുതിയ ബാച്ച് നിങ്ങൾ കൊണ്ടുവരികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്. ചാമ്പ്യൻസ് ബാച്ച്. ഓ അടിപൊളി. അപ്പൊ ചാമ്പ്യൻസ് ബാച്ചിൽ നിങ്ങളും ഉണ്ടാവണം. റിയൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വളരെ കുറച്ചു പേര് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അതെ, ഇനിയും 4 ലക്ഷം പേര് അപ്ലൈ ചെയ്തെങ്കിലും റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് 20,000 തൊട്ട് 30,000 പേര് വരെ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം ഇനി അത് ഇതുപോലൊരു അവസരം ഇനി വരാനില്ല. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ചാമ്പ്യൻസ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം കേരളത്തിലെ മികച്ച ഒരുപാട് അധ്യാപകർ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നത് അതല്ലേ. അതായത് എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ ഈ ടൈം ടേബിൾ വെച്ച് പഠിപ്പിക്കുന്ന ട്രെൻഡുകളാണ് നമ്മൾ അന്നോട്ടേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പരീക്ഷ പാസ്സാകും. അതെ, അതാണല്ലോ നമ്മുടെ ഇന്റൻഷൻ. അല്ലാതെ എല്ലാം പഠിച്ച് PSC പരീക്ഷ പാസ്സാക്കും എന്നല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ ഈ സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ പാകത്തിനാക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ചാമ്പ്യൻസ് ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ എടുക്കരുതോ? ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 20-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ചെറിയ ഫീസുകളേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി പൈസ മുടക്കുന്നു അല്ലെ? ഒരുപാട് പൈസകൾ നമ്മൾ എല്ലാ കാര്യത്തിനു വേണ്ടി മുടക്കുന്നവരാണ്. സോ നിങ്ങളും നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാം അങ്ങ് കയ്യിലിരിക്കും. അതെ, ഒരു 60 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ 60 ദിവസം ഒന്ന് നിങ്ങൾ അടിച്ചു പൊളിച്ച് പഠിക്കുക. പറ്റുന്ന കാര്യമാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ പാസ്സായി വന്ന ആൾക്കാരാണ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്. ഇത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഈ വക സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം. സ്റ്റാർട്ട് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസിൽ കണക്ട് ചെയ്യാം. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കുന്നവർക്കൊക്കെ വേണ്ടി ഒരു ഫ്രീ ഗ്രൂപ്പ് ഞങ്ങളുടെ ഉണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ഇതേപോലുള്ള എല്ലാവിധ അപ്ഡേഷനും ഞങ്ങൾ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഫ്രീ ഗ്രൂപ്പിലും എല്ലാവരും പങ്കാളികളാകുക. പുതിയ ക്ലാസ്സുകളുമായിട്ടൊക്കെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.